ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളി റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാകുമായിരിക്കും. അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ആക്കാട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടുനോക്കാം. അപ്പോൾ ഇതാ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 6 മണി ആകാനായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ടൈം. അപ്പോൾ ഇതാ ഒരു ടൈമിൽ ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ചടപടേന്ന് നമ്മളെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യലാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്ത് പുറത്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഫസ്റ്റ് തന്നെ ഒന്ന് പുറത്തെടുത്ത് വെക്കണം. അങ്ങനെ ലൈറ്റിലെ കാര്യങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ തലേന്ന് ചെറിയൊരു പ്ലാനിങ് എല്ലാം ചെയ്തിട്ടുണ്ടായി. അതായത് ഞാൻ എപ്പോഴും പ്ലാൻ ആക്കലുണ്ട് കേട്ടോ നാളെ എന്തുണ്ടാക്കും. കാരണം പ്രത്യേകിച്ച് മക്കൾക്ക് സ്കൂളും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ തലേന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ. നാളെ ഇന്നത് ഉണ്ടാക്കുക, ഇന്ന ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അങ്ങനെയെല്ലാം ഒരു കോംബോ ആയിട്ട് എന്തെങ്കിലും ആക്കണം എന്നില്ല പ്ലാനിങ്ങോട് കൂടിയാണ് കേട്ടോ നമ്മൾ തലേന്ന് ദിവസം ഉണ്ടായാൽ. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം നമ്മളെ ടൊമാറ്റോ റൈസും പിന്നെ സാൻഡ്വിച്ച് അങ്ങനെയെല്ലാം ആക്കാമെന്നാണ് കേട്ടോ പ്ലാനിങ്ങിലുള്ളത്. അപ്പോൾ ഇത് അതിനായിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം ഒന്ന് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് പുറത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ ഞാനിതാ നമ്മളെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കലാണ് കേട്ടോ ഫസ്റ്റ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ ഒരു കമൻറ്റ് ഉണ്ടായിട്ടുണ്ടായിട്ടാ മുട്ട കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു വിസിൽ മതിയെന്ന്. അപ്പോൾ ആ ഒരു വ്ളോഗ് ഈ ഒരു വ്ളോഗ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ആ ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ഇൻഷാല്ല നെക്സ്റ്റ് ടൈം നമുക്ക് ട്രൈ ആക്കണം എന്നുണ്ട്. കാരണം അതാകുമ്പോൾ നമുക്ക് മുട്ടേനെ കൊണ്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് വേഗം ഇങ്ങനെ കുക്കറിലാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. ഇതുവരെ ഞാൻ കുക്കറിൽ മുട്ടയൊന്നും ബോയിലാക്കിയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ട്രൈ ആക്കണം എന്നുണ്ട് ഇൻഷാല്ല. അപ്പോൾ ഇതാ നമ്മളിനി വെജീസെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ ടൊമാറ്റോ റൈസിനായിട്ട് ഇതിലങ്ങനെ ഓവറായിട്ട് വെച്ചിട്ട് കുറേ ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ. കുറച്ച് ഉള്ളി തക്കാളി അങ്ങനെ കുറച്ച് ഐറ്റംസേ വേണ്ടു. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിനെ കട്ടാക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക വേണ്ടത്. പിന്നെ നമ്മൾ പുതിന ഇല മല്ലിയില അതെല്ലാം ഒന്ന് എടുത്ത് കഴുകാനും എല്ലാം ഈ ഒരു ടൈമെല്ലാം എല്ലാം ഫാസ്റ്റിൽ നമ്മളിങ്ങനെ ഓരോന്ന് ഐറ്റംസ് ആയിട്ട് അങ്ങനെ എടുക്കലും പിടിക്കലെല്ലാം ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ വേഗം ഇങ്ങനത്തെ പണികളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രീ ആകും കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആ ഒരു ഇത്ര ടൈം കൊണ്ട് നമുക്ക് ഇത്ര ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആ ഒരു മൈൻഡിലുണ്ടെങ്കിൽ നമുക്കെല്ലാം വേഗം ഫാസ്റ്റിൽ ചെയ്ത് കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കി രാവിലെ തന്നെ നമ്മൾ കിച്ചൺ അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകേണ്ട ഒരു ആവശ്യമേ വരുമല്ലോ കേട്ടോ കിച്ചണിൽ കയറുമ്പോൾ. നേരെ മറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ തന്നെ കൂടുതൽ ടൈം നമ്മൾ കിച്ചണിൽ തന്നെ സ്പെൻഡ് ആക്കാണ്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ നമ്മളെല്ലാം പണികളെല്ലാം വേഗം ചെയ്ത് നമുക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയും നമ്മൾക്ക് ചിന്തിക്കാം കേട്ടോ. അപ്പോൾ ഇതാ അധികവും ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പം എൻ്റെ ഒരു റൊട്ടീനെല്ലാം പോകൽ. കാരണം രാവിലെ തന്നെ നമ്മളെ പണികളെല്ലാം വേഗം ഫുഡും കാര്യങ്ങളെല്ലാം വേഗം തന്നെ ആക്കാനായിട്ടെല്ലാം നോക്കലുണ്ട്. അപ്പോൾ ഇത് ആ മുട്ടയെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് ഒന്ന് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെയെല്ലാം ആക്കി കഴിക്കുമ്പം അത്യാവശ്യം വെജിറ്റബിൾസ് എല്ലാം നമ്മൾ വയറ്റിലേക്ക് എത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മളെ മക്കൾസ് എല്ലാം വെജിറ്റബിളെല്ലാം കഴിക്കാൻ ഭയങ്കര മടിയെല്ലാം ഉണ്ടായാൽ അത് ആരെ മക്കളായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടായാൽ. കുട്ടികൾക്കെല്ലാം ഈ വെജിറ്റബിൾസിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അവർ കഴിക്കാൻ ഇങ്ങനെയെല്ലാം നമ്മൾ ആക്കി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അവരറിയാതെ തന്നെ അത് കഴിച്ചോളും. അപ്പോൾ ഇത് അതിന് വേണ്ടിക്ക് നമ്മൾ ക്യാബേജും അതുപോലെ തന്നെ ക്യാരറ്റെല്ലാം ചെറിയ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം ഇങ്ങനെ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് കട്ടിങ്ങെല്ലാം കഴിഞ്ഞേരാന്ന് ഞാൻ വേഗം നമ്മളെ റൈസ് ഒന്ന് വെള്ളത്തിലെല്ലാം ഒന്ന് ഇട്ട് വെക്കണം. കാരണം ടൊമാറ്റോ റൈസിന് ഈ ഒരു ബസ്മതി റൈസാണ് കേട്ടോ വേണ്ടത്. മറ്റേതും ചെയ്യാം, പക്ഷേ ഇതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായാൽ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി ഇതൊന്ന് കഴുകിയിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണമല്ലോ. അപ്പം ആ ഒരു ടൈം അതും കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കലാണ്. കാരണം നമ്മളെല്ലാം ഫാസ്റ്റിൽ ചെയ്യുമ്പം എല്ലാം ഓരോന്നായിട്ട് ചെയ്തുകൊണ്ട് നിൽക്കലാണ് കേട്ടോ. അന്നേരം പെട്ടെന്ന് തന്നെ നമ്മളെ പണികൾ
പണികളും തീരുമല്ല. അപ്പോൾ ഇത് അതെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് തോന്നിയത് 1 kg ആണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു പാക്കറ്റ്, കറക്റ്റ് അറിയുന്നില്ല. അപ്പോൾ ഇത് ഒന്ന് കഴുകി വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുന്നുണ്ട്. ഇതാ നമ്മളെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് പോക്കാന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു റൈസെല്ലാം ഒന്ന് കഴുകി ഒന്ന് സോക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈം തന്നെ മതിയിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. കാരണം നമ്മൾ വെജീസെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ പിന്നെ ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാ മുട്ടയെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു യെല്ലോ പോർഷനെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. പിന്നെ ഈ ഒരു വൈറ്റ് പോർഷൻ നല്ലപോലെ ഒന്ന് കട്ടാക്കി എടുക്കണം കേട്ടോ. എന്താണ് നല്ല മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ടാക്കി എടുക്കുക. പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ. ആ ഒരുമിച്ച് തന്നെ നമുക്ക് വേഗം കട്ടാക്കിയിട്ട് ഒന്ന് ഉടച്ചൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. സിമ്പിളാണ് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച്. ശരിക്കുണ്ടല്ലോ നമ്മളെപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ അധികം പത്തില് കറി, ദോശ കറി അങ്ങനെയെല്ലാം ആയിട്ട് ആക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ എല്ലാം കഴിക്കാൻ തന്നെയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മളെ പണിയും വേഗം തീരും കേട്ടോ ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ. പിന്നെ അതുമാത്രമല്ല, എല്ലാവർക്കും ഇങ്ങനത്തെ സാൻഡ്വിച്ച് ഇങ്ങനത്തെ എല്ലാം ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കാനും ഒരു പാങ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവിന് ആവശ്യത്തിന് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് നമ്മളെ മയോണൈസാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നല്ല പോലെ ഈ ഒരു വെജിറ്റബിൾസും ആ ഒരു എഗ്ഗെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ബ്രെഡിൽ ഒരു സൈഡായിട്ട് ഈ ഒരു മിക്സ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മറ്റേ സൈഡ് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചില ആൾക്കാരെല്ലാം ആ ഒരു ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ടാക്കിയിട്ടെല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ നല്ലത് നമ്മൾ സൈഡൊന്നും കട്ടാക്കാതെ തന്നെ എന്താണ് സാൻഡ്വിച്ച് ആക്കി എടുക്കലാണ് കേട്ടോ. കാര്യം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വേസ്റ്റ് ആക്കിയിട്ട് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ലത് അത് മൊത്തത്തിലെടുത്തിട്ട് അങ്ങനെ കഴിക്കലാന്ന്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു 2-3-4 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മക്കൾക്ക് ഏകദേശം അവർ കഴിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ വേഗം അവർക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു സാൻഡ്വിച്ച് മേക്കറിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നോർമലി നമുക്കിതില്ലെങ്കിൽ സാധാ ഫ്രൈ പാനിൽ ആക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഈസിയാണ് കേട്ടോ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടൈമും കുറച്ച് ലാഭിക്കാൻ പറ്റും. കാരണം വേഗം ഫാസ്റ്റിൽ ഇങ്ങനത്തെ എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇതിൽ പെട്ടെന്നാവും കേട്ടോ. ആ ഒരു റെഡ് ലൈറ്റും അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ ലൈറ്റും കാണുന്നില്ല. അപ്പോൾ ഇതായിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കുക്കായി വരും. പിന്നെ ഇത് ഓൾറെഡി ഉള്ളിലത്തെ എല്ലാം കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നതിലും വേണ്ടും. അപ്പോൾ ഇതും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അവർ എന്താണ് ഫ്രഷ് ആയിട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുമിച്ച് തന്നെ അവർ ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അങ്ങനെ രാവിലെ കൊടുക്കും കേട്ടോ. നമ്മൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ അതുപോലെ തന്നെ സ്നാക്ക് എന്ത് വേണമെങ്കിലും ആക്കിയാൽ കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ മക്കളുടെ അടുത്ത് ഫുഡ് കഴിക്കുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ വേഗം നമ്മൾ ടൊമാറ്റോ റൈസ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. കാര്യം ഇത് വേഗം ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നേരത്തെ വെജീസ് എല്ലാം കുറച്ച് നമ്മളെ ഉള്ളി അതെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ടായിന്. പിന്നെ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് കേട്ടോ ഒന്ന് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ 3 നല്ല പഴുത്ത വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഏലക്കായി, അതുപോലെ തന്നെ 3-4 ഗ്രാമ്പു, പിന്നെ ഒരു 2-1 ബേ ലീവ്സും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താണ് അതിൻ്റെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിയെല്ലാം ഇതുപോലെ ചെറുതായിട്ട്
തന്നെ കട്ടാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കൊത്തിയരിഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിൽ. അപ്പം ഉള്ളി ആകുന്ന ടൈം കൊണ്ട് തന്നെ നമ്മളെ ചിക്കനെല്ലാം ഐസെല്ലാം പോയിട്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എന്താ പറയുക, നമ്മൾ ഫ്രീസറിലല്ല കേട്ടോ വെച്ചിട്ടുണ്ടായത്, മസാലയിലോട്ട് താഴെ വെച്ചതാണ്. അപ്പം നമ്മൾ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോർമൽ എന്താണ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, ലെമൺ ജ്യൂസ് അതെല്ലാം ചേർത്തിട്ട് ഒന്ന് എന്താണ് മസാല ഇട്ട് വെച്ചതാണ് കേട്ടോ. അത് സിമ്പിളല്ലേ. പിന്നെ നമ്മൾ തലേന്നെല്ലാം ഇങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തലേന്നെല്ലാം ഇങ്ങനെ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഈസിയാണ് കേട്ടോ ആക്കാനായിട്ട്. അപ്പോൾ അത് ആ ഒരു സൈഡിനാകുമ്പം തന്നെ നമ്മൾ ടൊമാറ്റോ റൈസിൻ്റെ എന്താണ് ഉള്ളിയെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ ഒരു ടൈം ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് ടൈമാണ് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈമിന് തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം എന്താണ് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് പോയി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ നമ്മൾ ആ ഒരു ടൊമാറ്റോ ജ്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് കുറച്ച് ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ റൈസ് കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില കൂടുതൽ എടുക്കുക, പുതിന ഇല കുറച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ അതും ആ ഒരു പുതിന ഇലേൻ്റെ എല്ലാം ഫ്ലേവറിൽ എന്താണ് ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കിയെടുത്ത ആ ഒരു റൈസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ റൈസും കൂടി ചേർത്തിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളെ മുളക് മല്ലി അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഒരുമിച്ച് മിക്സ് ആണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് എന്താണ് നമ്മളെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പച്ചമുളക്, അപ്പോൾ പച്ചമുളക് കട്ടാക്കണം എന്നൊന്നുമില്ല കേട്ടോ, അവർ എന്താണ് ഫുള്ളായിട്ട് തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കലാണ്. പിന്നെ ഇതിലേക്ക് കുറച്ചല്ല ഒരു ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിൻ്റെ ആ ഒരു പുളിയെല്ലാം ഇറങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ നമ്മളിത് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. കാര്യം നമ്മൾ ഗീ റൈസെല്ലാം ഉണ്ടാക്കുന്ന പോലെ ആ ഒരു രീതിയിൽ വെള്ളം എടുക്കാൻ പാടില്ല കേട്ടോ. കാരണം ഇതിൽ മസാലയും കാര്യങ്ങളെല്ലാം ഇല്ലോണ്ട് തന്നെ കുറച്ചധികം തന്നെ വെള്ളം വേണം. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ടൈമിനിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ആവട്ടെ, ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് റെഡിയായി വരും. അതുപോലെ തന്നെ ഈ ഒരു റൈസിന് കോംബോ ആയിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ വേണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ മുട്ട ഇങ്ങനെ പൊരിക്കില്ലേ, മുളകെല്ലാം ഇട്ടിട്ട് മുട്ട പുഴുങ്ങിയിട്ട് പൊരിക്കുന്ന ആ ഒരു രീതിയിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മളെ പ്ലെയിൻ തൈര് കൂട്ടി കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസ്. അപ്പോൾ നമ്മളെ റൈസ് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒന്ന് ഇളക്കിയിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എല്ലാം റൈസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഓവറായിട്ട് ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ആ ഒരു ചോറിലിങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഗീ ചേർത്ത് കൊടുക്കുക. അപ്പം എൻ്റെ ഇവിടെ ഗീ എല്ലാം ബോട്ടിലെല്ലാം കാലിയായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇല്ലതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കട്ടെ, ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ റൈസ് അങ്ങ് റെഡിയായി വന്നോളും. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി കേട്ടോ. ഇനിയിപ്പം കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കുമ്പോൾ തന്നെ അതങ്ങ് സെറ്റായി വന്നോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയും ഉള്ളിയും ഇതെല്ലാം ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു കച്ചമ്പർ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ അധികവും നമ്മളെ ബിരിയാണി, നെയ്ച്ചോറ് എന്തുണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ തൈരെല്ലാം ഉണ്ടാക്കൽ. മിക്കവാറും ഞാൻ ആ ഒരു
നമ്മളെ കുക്കുംബർ ഉണ്ടല്ലോ, അപ്പം അത് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കില്ല കേട്ടോ. എനിക്കങ്ങനെ കക്കിരി വെറുതെ ഇങ്ങനെ കഴിക്കാനാണ് കുറച്ചും കൂടിയും ടേസ്റ്റ്. ഇതാ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ മക്കളെ ലഞ്ച് ബോക്സ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കിച്ചണിലെ പണികൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ തലേന്നെല്ലാം എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തെല്ലാം ഒന്ന് കുറച്ചെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമ്മളെ പണികളെല്ലാം തീരും കേട്ടോ. കാര്യം ഞാനിപ്പോൾ 6 മണിക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ മാക്സിമം ഒരു 7:15 7:30 ആകുമ്പോഴത്തേക്ക് നമ്മളെ പണികളെല്ലാം കഴിയും കേട്ടോ. അത് പ്രത്യേകിച്ച് ചെറിയ മക്കളായതുകൊണ്ടാണ് കുറച്ചും കൂടിയും ടൈമെങ്കിലും എടുക്കുന്നത്. നേരെ മറിച്ച് അതൊന്നും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഫാസ്റ്റിൽ വേഗം തന്നെ നമ്മളെ പണികളെല്ലാം തീരും കേട്ടോ. നമ്മളിവിടെ പൊതുവേ 7:30 ആകുമ്പോഴത്തേക്ക് എല്ലാ പണികളും കഴിയണം കേട്ടോ. പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെ എല്ലാതും 7:30 ആകുമ്പോഴത്തേക്ക് തന്നെ കഴിയും. കാരണം 7:30 ആകുമ്പോൾ മക്കൾ എഴുന്നേറ്റ് ഫുഡെല്ലാം കഴിച്ച് അവർ ആ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ ഇന്നേ നമ്മൾ വണ്ടിയെല്ലാം വരുന്നതിൻ്റെ കുറച്ച് നേരത്തെ ഫുഡെല്ലാം കഴിച്ചൊന്ന് റെഡിയാക്കലാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഡ്രസ്സെല്ലാം ഇട്ട് റെഡിയാവൽ. അപ്പോൾ ഇതും അപ്പം അങ്ങനെയാണ് നമ്മളെ ടൈമിൻ്റെ കാര്യങ്ങൾ. പിന്നെ അവർക്കൊരു 8:15 ആകുമ്പം വണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മളെ പണികൾ മാക്സിമം തീർക്കാനെല്ലാം നോക്കലുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ചെറിയ ബേബിയെല്ലാം ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിലല്ല നമ്മൾ എല്ലാം ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഏകദേശം കൊണ്ടെത്തിക്കലുണ്ട് കേട്ടോ എപ്പോഴും. ഇനിയിപ്പോൾ ഇതാ അവരെ ലഞ്ച് ബോക്സിലെല്ലാം ഒന്ന് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ചിക്കൻ ഫ്രൈ എല്ലാം അങ്ങനെ എപ്പോഴും ചിക്കനും ഇതൊന്നുമല്ല കേട്ടോ. പിന്നെ ഞാൻ അധികം ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ടൈമിൽ അധികം ഇങ്ങനെ ഇൻസ്റ്റയിലെല്ലാം മെസ്സേജ് വന്നിട്ടുണ്ടായി, നിങ്ങളെപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ചിക്കനും ഇതന്നെ കൊടുക്കലെന്ന്. പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് കേട്ടോ കൊടുക്കൽ. അല്ലാത്ത ടൈമിൽ നമ്മൾ നോർമൽ സാധാ ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കും. ഇടയ്ക്കിങ്ങനെ പത്തിരി, പരിപ്പ് കറി അങ്ങനത്തെ എല്ലാം നമ്മൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ടൈപ്പ് ഫുഡും നമ്മൾ ഉണ്ടാക്കലുണ്ട്. പിന്നെ നമ്മൾ ഈ വ്ളോഗെല്ലാം ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി നല്ല എന്തെങ്കിലും വെറൈറ്റി ആയിട്ടെല്ലാം ചെയ്യാനെല്ലാം ശ്രമിക്കലുണ്ട് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ നോർമൽ ഡേയും ഇൻഷാല്ല ഞാൻ ഒരിക്കൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നോർമൽ ഡേ നല്ലൊരു കോമഡി ആയിരിക്കും. അപ്പോൾ ഇതാ മക്കളങ്ങനെ റെഡിയായി അങ്ങനെ അവർ ടാറ്റാ ബൈ ബൈ എല്ലാം പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആയിഷു നല്ല ഗേറ്റെല്ലാം എടുക്കാൻ ഇന്ന് നല്ല ഹെൽപ്പറാണ് കേട്ടോ ആയിഷു. കാരണം ഞാൻ അവളോട് പറഞ്ഞു നിൻ്റെ വീഡിയോ എടുക്കുക, അപ്പോൾ നീ ഗേറ്റെല്ലാം ക്ലോസ് ചെയ്തിട്ട് വരണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇവർക്കെല്ലാം നല്ലൊരു ഇൻട്രസ്റ്റും കൂടിയാണ് കേട്ടോ എല്ലാ പണികളെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ആയിഷു അങ്ങനെ ഗേറ്റെല്ലാം അടച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം കിച്ചണിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ. അങ്ങനെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. കാരണം ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആ ഒരു ടൈമിന് ചെയ്തിട്ടുണ്ടായിന്. കാരണം നമ്മളെന്തെങ്കിലും പാത്രങ്ങളെല്ലാം എടുത്താൽ അന്നേരം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പണികളെല്ലാം വേഗം തീരുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വെറുതെ കുറേ ടൈം കിച്ചണിൽ തന്നെ സ്പെൻഡ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിടുന്ന ഉമ്മാനോട് പറയലാണ്. കാരണം നമ്മൾ എപ്പോഴും ഈ കിച്ചണിൽ തന്നെ ഇരുന്ന് രാവിലത്തെ ഫുഡാക്കി ഉച്ചക്കത്തെയാക്കി പിന്നെ വൈകുന്നേരം ഇതന്നെ നമുക്കൊരു ഒരു ടൈം ടേബിൾ പോലെ ഇതന്നെ നമ്മൾ ചെയ്യൽ. പക്ഷേ നമ്മൾ കൂടുതൽ ടൈം നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ കൊടുക്കാണ്ട് വേഗത്തിൽ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ പണികളെല്ലാം തീർക്കാനായിട്ട് നോക്കാട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ ഉണ്ടല്ലോ, അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കഴുകുന്ന ഒരു ക്ലീൻ ആക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ട്രേ ഇത് 2 ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ട്രേയിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. ഇല്ലെങ്കിൽ ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. മുമ്പെല്ലാം അങ്ങനത്തെയാണ് കേട്ടോ ഇറങ്ങൽ, അവിടെ തന്നെ ഫിക്സ് ആക്കിയിട്ടില്ലത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ടൈപ്പ് കുറച്ചായി തോന്നിട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ദുബൈയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനിയിപ്പം അതെല്ലാം കുറച്ച് ക്ലീനിങ് എല്ലാം പിന്നെ ആ ഒരു സാൻഡ്വിച്ച് മേക്കറെല്ലാം പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചൊറയാന്ന്. അപ്പോൾ ഇത് അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അലക്കാനെല്ലാം ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ തുണിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതെല്ലാം ഒന്ന് റെഡിയായി വരുമല്ലോ. പിന്നെ നമ്മൾ അലക്കുന്ന ടൈമിലുണ്ടല്ലോ അധികം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ടൈപ്പ് എല്ലാ വാഷിംഗ് മെഷീനിലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു സൈഡിന് ഇങ്ങനെ ക്ലീൻ ആക്കേണ്ട ഒരു ഇത് വരുന്നുണ്ട്, ഒരു ക്ലിപ്പ്. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഏകദേശം ഒരു 1 വീക്ക് ആകുമ്പം തന്നെ ഇതിൽ നല്ല പോലെ സ്റ്റോർ ആയിട്ടുണ്ടാവും കേട്ടോ വേസ്റ്റും കാര്യങ്ങളെല്ലാം. അതായത് നമ്മളിങ്ങനെ ഡ്രസ്സിൻ്റെ എല്ലാം ഈ നൂല് ഐറ്റംസ് എല്ലാം ഇതിൽ വന്നിട്ട് കുടുങ്ങിയിട്ടുണ്ടാവും. നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളെ തുണി നല്ല പോലെ ക്ലീൻ ആവുകയും ചെയ്യും.
പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ അത്യാവശ്യം നല്ലോണം എന്താണ് തുണിയെല്ലാം ഇടട്ടെ. ഏകദേശം ഈ കാണുന്ന പോലെ തന്നെ ആ ഒരു താഴെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈ തന്നെ മുട്ടൂല കേട്ടോ. അത്രയും കുറച്ച് എന്താണ് നല്ലോണം ലോഡ് ചെയ്യാൻ പറ്റുന്നൊരു വാഷിംഗ് മെഷീനാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും ഈസിയാണ്. കാരണം ഒരു ട്രിപ്പ് തന്നെ നമുക്ക് ഒരുപാട് ഡ്രസ്സ് ഐറ്റംസ് ഇതിലിടാല. ഈടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അലക്കാനുണ്ടാകും കേട്ടോ. അലക്കിയാലും തീരൂല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വാഷിംഗ് മെഷീൻ ഇല്ലോണ്ട് കുറച്ചും കൂടിയും നല്ല ഉപകാരമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഇല്ലാത്ത ടൈമിൽ ഉപ്പെല്ലാം വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അലക്കാനെല്ലാം ഇട്ടപ്പോൾ ഞാനിവിടെ ഈ ഒരു ലിക്വിഡാണ് കേട്ടോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യൽ. മുമ്പ് സർഫെല്ലാം മുമ്പ് ഒരു പൊടി, സോപ്പ് പൊടി. പക്ഷേ ഇങ്ങനത്തെ ലിക്വിഡെല്ലാം ഇപ്പം ഇറങ്ങിയോണ്ടെല്ലാം കുറേ ഉപകാരമാണ് കേട്ടോ. ഇപ്പം നല്ല സുഖമല്ലേ. അപ്പോൾ ഇതാ നമ്മളെ അലക്കാനെല്ലാം ഇട്ട് അതിലൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമാനെയും അതിൻ്റെ ഇടയിലൊന്ന് റെഡിയാക്കി. ഇനിയിപ്പം ഓളെ നെയിലൊന്ന് കട്ടാക്കാനുണ്ട് കേട്ടോ. അപ്പം ചെറിയ ബേബീൻ്റെ എല്ലാം ആകുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് പണിയല്ലേ. നമ്മൾ അവരെ ഒരു നഖയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കൽ കുറച്ച് റിസ്ക്കാണ്. അവരിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കല്ല. പിന്നെ ഞാൻ ഉറങ്ങുമ്പം ആദ്യമെല്ലാം ഞാൻ ഉറങ്ങുമ്പോഴായിരുന്നു കേട്ടോ കട്ടാക്കൽ. പിന്നെ ഉറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആവുന്നേ ഇല്ല. കാരണം ഉറങ്ങുമ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ നമുക്ക് വേഗം ഇതാവും. ഇപ്പം പുറത്തെല്ലാം പോയി നമ്മളിങ്ങനെ എന്തെല്ലോ ഇങ്ങനെ കാഴ്ചകളെല്ലാം കാണുമ്പം അവരനങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഓളിപ്പം കുറച്ച് ഇപ്പം ചെറിയ പ്രായമല്ല, അത്രയിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനങ്ങാതിരിക്കുക. അപ്പോൾ ഈ ഊഞ്ഞാല അടിക്കൊണ്ട് ഇങ്ങനെ നഖം മുറിക്കാൻ നല്ല വൃത്തി വിടും കേട്ടോ. പിന്നെ നഖം മുറിച്ചിട്ട് അവിടെ നിലത്തൊന്നും വീകൂല കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ നമ്മളെ ഡ്രസ്സിൽ തന്നെ വെച്ചിട്ട് അങ്ങ് പുറത്തുകൊണ്ട് കളയലാണ്. അപ്പം എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ചില ആൾക്കാർ പറയുന്നതൊക്കെ നഖം മുറിച്ചിട്ട് ആടേടിയും ഇട്ടുകൂടാന്നല്ലോ. അപ്പോൾ ഓരോരാൾക്ക് ഓരോരോ വിശ്വാസങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനെ എന്തോ കാലക്കേടാന്ന് അങ്ങനെയെല്ലാം പറയലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. നിങ്ങളെല്ലാം എങ്ങനെയാണെന്ന് അത് എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓരോരാൾക്കും ഓരോരോ വിശ്വാസം. അപ്പോൾ നമ്മളെ ചെറുപ്പത്തിലേ നമ്മളോട് ഉമ്മമാരെല്ലാം പറയുമല്ലോ നഖം മുറിച്ചിട്ട് വാതിക്കൽ ഇട്ടുകൂടാ, മുറ്റത്തിട്ടൂടാ, നമ്മൾ ചവിട്ടുന്ന സ്ഥലത്ത് ഇട്ടുകൂടാന്നാണ് കേട്ടോ പറയൽ. അപ്പം നമ്മൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു മൂലക്കെല്ലാം നഖം ഇടണം എന്ന് പറയും. പിന്നെ നഖം കുഴിച്ചിടണം എന്ന് പറയും. അങ്ങനെയെല്ലാം ഓരോരോ വിശ്വാസങ്ങൾ. അപ്പോൾ ഏതായാലും അവർ നമ്മൾ പണ്ട് മുതലേ ശീലിച്ച കാര്യമാണല്ലോ. അപ്പോൾ നമ്മളും അതങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ നഖമെല്ലാം മുറിച്ച് ഞാൻ എൻ്റെ ഡ്രസ്സിലോട് അങ്ങനെ പൊക്കിയിട്ട് അങ്ങ് മുറ്റത്ത് തെയ്യിൻ്റെ അങ്ങോട്ട് കൊണ്ടിട്ടിട്ടാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഇവളെ ഇങ്ങനെ ഒച്ചപ്പാടെല്ലാം ഇപ്പം ചെറുതായിട്ട് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് നഖം മുറിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പിന്നെ മക്കൾ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികം വ്ളോഗിൽ പറയുന്ന പോലെ കുറച്ച് നേരം മുറ്റത്തെല്ലാം ഒന്ന് സ്പെൻഡ് ചെയ്യലാണ് കേട്ടോ. പിന്നെ ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ടെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് നമുക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കിട്ടുന്നത്. മുമ്പെല്ലാം കുറേ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിതെല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചാമ്പങ്ങയെല്ലാം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഫ്രഷോടെ പറിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല റെസിപ്പീസും വ്ളോഗ്സും എല്ലാം ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.